നമസ്കാരം സർ, എൻ്റെ പേര് ജയരാജ്. ജസ്റ്റ് ഡയലിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഇത് അർജുൻ മൊബൈൽസിൻ്റെ ഓണർ മിസ്റ്റർ യശ്വന്ത് അല്ലേ? താങ്ക് യു സർ. സർ, ഇതെൻ്റെ വിസിറ്റിംഗ് കാർഡാണ്. സാറിൻ്റെ വിസിറ്റിംഗ് കാർഡ് ഒന്ന് തരാമോ സർ? ഓക്കെ. സാറിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് ഡിജിറ്റൽ സ്ട്രാറ്റജിയിലൂടെ സാറിൻ്റെ ബിസിനസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ജസ്റ്റ് ഡയൽ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ലീഡിംഗ് മാർക്കറ്റ് പ്ലേസ് ആണ് സർ. ഇവിടെ ഞങ്ങൾ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സിൻ്റെ ബിസിനസ് ഇൻഫർമേഷൻ 4 മീഡിയത്തിലൂടെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ, വെബ്സൈറ്റ്, ഫോൺ സെർച്ച് ആൻഡ് മൊബൈൽ സൈറ്റിലൂടെ. ജസ്റ്റ് ഡയൽ ഇപ്പോൾ ഓൺ ചെയ്യുന്നത് റിലയൻസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ് സർ. നമ്മുടെ ജസ്റ്റ് ഡയലിൽ 4.4 crore ഫ്രീ ലിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ഉണ്ട്. അതിൽ 5.9 lakh പെയ്ഡ് കസ്റ്റമേഴ്സാണ്. ജസ്റ്റ് ഡയലിൽ ഡെയിലി മോർ ദാൻ 1 crore ബിസിനസ് റിലേറ്റഡ് സെർച്ചസ് നടക്കുന്നുണ്ട് സർ. ഞാനിപ്പോൾ ജസ്റ്റ് ഡയലിലുള്ള സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സിൻ്റെ ടെസ്റ്റിമോണിയൽ വീഡിയോസ് ഒന്ന് അയക്കാം. ജസ്റ്റ് അതൊന്ന് കണ്ടു നോക്കൂ സർ. സോ ഇത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് സാറിൻ്റെ ബിസിനസ് ഡീറ്റെയിൽസ് ആദ്യം ഞാനൊന്ന് ഫ്രീ ലിസ്റ്റിംഗിൽ ആഡ് ചെയ്തേക്കാം. ഓക്കെ സർ, താങ്ക് യു സർ. സോ സാറിൻ്റെ കമ്പനി നെയിം അർജുൻ മൊബൈൽസ് അല്ലേ സർ? ഓക്കെ. സാറിൻ്റെ അഡ്രസ്സിനെ ഒന്ന് റീഡ് ചെയ്യാം സർ, അപ്ഡേറ്റ് ചെയ്യാം. ബിൽഡിംഗ് നെയിം നമ്പർ 9, സ്ട്രീറ്റ് നെയിം 2nd സ്ട്രീറ്റ്, ലാൻഡ്മാർക്ക് നിയർ പ്രൈവറ്റ് ബസ് സ്റ്റോപ്പ്, ഏരിയ എടപ്പള്ളി, പിൻകോഡ് 68024, സിറ്റി എറണാകുളം, സ്റ്റേറ്റ് കേരള, കൺട്രി ഇന്ത്യ. കറക്റ്റ് അല്ലേ സർ? പിന്നെ സാറിൻ്റെ കോൺടാക്ട് നമ്പർ 6374467911. ഇതാണ് വാട്സപ്പ് നമ്പറായിട്ടും കൊടുത്തിരിക്കുന്നത്. സാറിൻ്റെ മെയിൽ ഐ ഡി ഞാൻ ഒന്ന് സ്പെൽ ചെക്ക് ചെയ്യാം. arjunmobiles@gmail.com. കറക്റ്റ് അല്ലേ സർ? ഓക്കെ. പിന്നെ സാറിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 2005 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. പിന്നെ സാർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ബിസിനസ് കീവേഡ്സ് വന്നത് മൊബൈൽ ഫോൺ ഡീലേഴ്സ് സാംസങ്, മൊബൈൽ ഫോൺ ഡീലേഴ്സ് നോക്കിയ, മൊബൈൽ ഫോൺ ഡീലേഴ്സ് മോട്ടറോള, മൊബൈൽ ഫോൺ ഡീലേഴ്സ് വിവോ, മൊബൈൽ ഫോൺ ഡീലേഴ്സ് OnePlus. ഇത് കൂടാതെ വേറെ വല്ല കീവേഡ് ആഡ് ചെയ്യണം സർ? പറയും, ഞാൻ ആഡ് ചെയ്ത് തരാം. വേണ്ട. ഓക്കെ സർ. അപ്പോൾ സാറിൻ്റെ ബിസിനസ് ഡീറ്റെയിൽസ് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് സർ. ഇപ്പോൾ ജസ്റ്റ് അതിൻ്റെ സർവീസസ് ഞാൻ സാറിന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സാറിന് ഇപ്പോൾ ഞാൻ JD ആപ്പ് ആൻഡ് JD മാർട്ടിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട് സർ. അതൊന്ന് ഡൗൺലോഡ് ചെയ്തോളൂ സർ. ചെയ്തായിരുന്നോ സർ? ഓക്കെ, താങ്ക് യു സർ. സർ, ഈ JD ആപ്പ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ JD ആപ്പിൽ ഞങ്ങൾ 3 ടൈപ്പ് ഓഫ് ലീഡ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹോട്ട് ലീഡ്, വാം ലീഡ്, കോൾഡ് ലീഡ്. അപ്പോൾ ഈ ഹോട്ട് ലീഡ് എന്ന് പറയുന്നത് കസ്റ്റമർ കെയർ കോൾ ലീഡ്, അഥവാ 10 times 8 കോൾ ചെയ്ത് വരുന്ന ലീഡ്, ചാറ്റ് ഓപ്ഷനിലൂടെ ചാറ്റ് ചെയ്ത് വരുന്ന ലീഡ്, വിർച്വൽ നമ്പർ ത്രൂ കോൾ ചെയ്ത് വരുന്ന കസ്റ്റമേഴ്സ്, ഇതൊക്കെയാണ് നമ്മൾ ഹോട്ട് ലീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്ത് സാറിന് എന്ത് ചെയ്യാം, സാറിൻ്റെ പ്രോഡക്റ്റ് ആൻഡ് സർവീസ് റിലേറ്റഡ് എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല റെസ്പോൺസ് ഉണ്ടാവും. അതുപോലെ തന്നെ വാം ലീഡ് എന്ന് പറയുന്നത് കോമ്പറ്റേറ്ററിന് കൊടുത്ത ലീഡായിരിക്കും സാറിന് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അവരടുത്ത് സാറിന് SMS-ലോ അല്ല വാട്സപ്പിൽ ചാറ്റ് ചെയ്യുവാണെങ്കിൽ നല്ല റെസ്പോൺസ് ഉണ്ടാവും. മൂന്നാമത്താണ് കോൾഡ് ലീഡ്. കോൾഡ് ലീഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ചുമ്മാ സെർച്ച് ചെയ്ത് വരുന്ന ലീഡിനെയാണ് നമ്മൾ കോൾഡ് ലീഡ് എന്ന് പറയുന്നത്. അവരടുത്ത് ജസ്റ്റ് സാറിന് SMS-ലോ അല്ല വാട്സപ്പിൽ ചാറ്റ് ചെയ്യുവാണെങ്കിൽ നല്ല റെസ്പോൺസ് ഉണ്ടാവും. ഓക്കെ സർ. പിന്നെ ലീഡ് ഡാഷ്ബോർഡ് എന്ന് പറയുമ്പോൾ സാറിന് ഏതൊക്കെ ഓപ്ഷനിലൂടെയാണ്, ക്ലിക്സിലൂടെയാണ്, വ്യൂസിലൂടെയാണ്, ആക്ഷനിലൂടെയാണോ, എങ്ങനെയാണ് ലീഡ്സ് വന്നിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ലീഡ് ഡിസ്പോസിഷൻ, ഇപ്പോൾ ഓരോരോ ലീഡ് സാർ സംസാരിച്ച ശേഷം അതിൻ്റെ സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യാം. ഫോളോ അപ്പിലാണോ, അല്ല കോൾ ബാക്കിലാണോ, നോട്ട് ഇൻട്രസ്റ്റഡ് ആണോ, അല്ല നോട്ട് കോൺടാക്റ്റബിൾ ആണെന്ന് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ കോമ്പറ്റീഷൻ ട്രെൻഡ്, അതായത് സാറിൻ്റെ കോമ്പറ്റേറ്ററിൻ്റെ ഫോട്ടോസ്, റിവ്യൂസ്, റേറ്റിംഗ്സ്, ഇതൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. പ്ലസ് പ്രൊഫൈൽ സ്കോർ, സാറിൻ്റെ പ്രൊഫൈൽ പെർസെൻറ്റേജ് എത്രത്തോളം പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഡെമോ ഞാൻ കാണിച്ചു തരാം സർ. അപ്പോൾ ഇവിടെ നോക്ക് സർ, ഇതാണ് ജസ്റ്റ് ഡയൽ ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നോക്ക് സർ, താഴെ ലീഡ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടോ? ഈ ലീഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകും. നെക്സ്റ്റ് പേജ് നോക്കുവാണെങ്കിൽ സാറിന് ടോട്ടൽ വന്നിട്ടുള്ള ലീഡ്സ്, സാറിൻ്റെ പ്രൊഫൈൽ സ്കോർ, ഇതൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ താഴെ നോക്ക് സർ, അതിൻ്റെ നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ഇവിടെ നോക്ക് സർ, മൊബൈൽ ഫോൺ ഡീലേഴ്സ് പറഞ്ഞ കീവേഡ് എറണാകുളം എടപ്പള്ളി എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ നിന്നാണ് സെർച്ച് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഏത് ഏരിയയിൽ നിന്നും സെർച്ച് വന്നിട്ടുള്ളത് പോലെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും.
ചെക്ക് ചെയ്തിട്ട് ഇൻ കേസ് അവർ കോൺടാക്ട് ചെയ്ത ശേഷം കോൾ എന്ത് ചെയ്യാം, ഡിസ്പോസ് ചെയ്യാം. ഇതാണ് സർ കോമ്പറ്റീഷൻ ട്രെൻഡ്. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ സാറിൻ്റെ കോമ്പറ്റേറ്ററിൻ്റെ റേറ്റിംഗ്സ്, റിവ്യൂസ്, ഫോട്ടോസ് ഇതൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതാണ് സർ ഡാഷ് ബോർഡ്. അവിടെ ഞാൻ പറഞ്ഞ പോലെ സാറിന് ഏതൊക്കെ ഓപ്ഷനിലൂടെയാണ് എൻക്വയറി വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ സർ. ഓക്കെ, അടുത്താണ് സർ ജെ ഡി മാർട്ട്. ഈ ജെ ഡി മാർട്ട് എന്ന് പറയുന്നത് ഡിജിറ്റൽ കാറ്റലോഗ് എന്ന് പറയും. സാറിൻ്റെ പ്രോഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ്, സ്പെസിഫിക്കേഷൻ, പ്രൈസ് ഡീറ്റെയിൽസ്, വീഡിയോ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലോഡ് ചെയ്യാൻ പറ്റും. കൂടാതെ ഇപ്പോൾ ഈ അപ്ലോഡ് ചെയ്യുന്ന പ്രോഡക്റ്റ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നതിന് ഷെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഡെമോ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ജെ ഡി മാർട്ട് ആപ്ലിക്കേഷനെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നോക്കൂ സർ, ഇവിടെ ഞാൻ ജസ്റ്റ് CCTV എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ എക്സാമ്പിൾ ഒരു പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സാർ പ്രൊഫൈലിൻ്റെ പേര് ഐക്വിഷൻ CCTV ക്യാമറ എന്ന് പറഞ്ഞ് കാണിക്കുന്നു. അതിൻ്റെ പ്രൈസ് റേഞ്ച് കൊടുത്തിട്ടുണ്ട്, താഴെ ഡിസ്ക്രിപ്ഷൻ, സ്പെസിഫിക്കേഷൻസ്. അതിൻ്റെ താഴെ നമുക്ക് സാർ കോൾ ബട്ടൺ ഉണ്ട്. ഗെറ്റ് ബെസ്റ്റ് പ്രൈസ് ക്ലിക്ക് ചെയ്തിട്ട് കോട്ട് വാങ്ങിക്കാൻ പറ്റും, ചാറ്റ് ചെയ്യാം. ഓക്കെ, എല്ലാ ഇൻഫർമേഷൻ നമുക്ക് ഈ സ്ക്രീനിൽ തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. കൂടാതെ ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റ് നമുക്ക് സോഷ്യൽ മീഡിയ ഷെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, സോഷ്യൽ മീഡിയയിലും ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണ് സർ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ആണ് സർ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന വിർച്വൽ ഓഫീസ്. വിർച്വൽ ഓഫീസിൽ സാറിന് എന്ത് ചെയ്യും, സാറിൻ്റെ പ്രോഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ്, അതിൻ്റെ വീഡിയോസ്, മാപ്പ് ആൻഡ് ഡയറക്ഷൻസ്, ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലോഡ് ചെയ്യാൻ പറ്റും. അത് ജസ്റ്റ് അതിൽ പ്രൊവൈഡ് ചെയ്യുന്ന വിർച്വൽ സ്പേസിൽ. കൂടാതെ സാറിന് അവിടെ കസ്റ്റമേഴ്സ് ലോഗിൻ ചെയ്യുമ്പോൾ സാറിൻ്റെ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് എല്ലാ ഇൻഫർമേഷനും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഡെമോ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ജസ്റ്റ് അതിൽ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ സാറിൻ്റെ ലൊക്കേഷൻ ഇപ്പോൾ എറണാകുളമാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ എറണാകുളത്ത് സാറിൻ്റെ കാറ്റഗറി മൊബൈൽ ഫോൺ ഡീലേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യാം. ഇവിടെ നമുക്ക് സാർ ഞാൻ മൊബൈൽ ഫോൺ ഡീലേഴ്സ് സാറിൻ്റെ കാറ്റഗറി എൻ്റർ ചെയ്യുമ്പോൾ സാറിൻ്റെ പേര് അർജുൻ മൊബൈൽസ് കാണിക്കുന്നില്ല. അതിൻ്റെ പകരം ഈ ഷോപ്പി എന്ന് പറഞ്ഞ കമ്പനി, മൊബൈൽ മാർട്ട്, ഇവരൊക്കെയാണ് കാണിക്കുന്നത്. ഇതൊക്കെ സാറിൻ്റെ കോമ്പറ്റേറ്റേഴ്സാണ്. ഇപ്പോൾ ഈ ഷോപ്പിൽ നോക്കുക സാർ ലാസ്റ്റ് 30 ഡേയ്സ് 30 ദിവസം 164 എൻക്വയറി നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതേ മൊബൈൽ മാർട്ട് എന്ന് പറഞ്ഞ കമ്പനിക്ക് നോക്കുക സാർ 135 എൻക്വയറിയാണ് നമ്മൾ ലാസ്റ്റ് 30 ഡേയ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്താൽ തന്നെ സാറിന് ചെക്ക് ചെയ്യാൻ പറ്റും, അവർ ആഡ് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻസ് ഒക്കെ സ്ക്രീനിൽ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, കോൾ ബട്ടൺ ഉണ്ട്, ചാറ്റ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്. ഇങ്ങനെ നമുക്ക് എല്ലാ ഇൻഫർമേഷനും അതിലൂടെ ചെക്ക് ചെയ്യാൻ പറ്റും. ഇവിടെയും താഴെ കോൾ ചെയ്യാം, ബെസ്റ്റ് ഡീൽ ചോദിക്കാം, ചാറ്റും ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിനിപ്പോൾ ഞങ്ങൾ വിർച്വൽ നമ്പറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വിർച്വൽ നമ്പറിൽ സാറിൻ്റെ 8 നമ്പർ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു കസ്റ്റമർ കോൾ ചെയ്യുമ്പോൾ 8 നമ്പർ റിംഗ് ആവും. അപ്പോൾ അതിലാരാണ് ഫസ്റ്റ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് അവരുടെ കോൾ കണക്റ്റ് ആവും, ബാലൻസ് എല്ലാവരുടെ കോളും ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്കണക്റ്റ് ആവുന്നതാണ്. പ്ലസ് ഇതിലൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ കോൾ റെക്കോർഡ് ആവുന്നതായിരിക്കും, 30 മിനിറ്റ്സിൻ്റെ അകത്ത് റെക്കോർഡ് ആവുന്നതായിരിക്കും. കൂടാതെ 30 ഡേയ്സ് വരെ റെക്കോർഡിംഗ് ഉണ്ടാവും. അപ്പോൾ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, ആസ് എ ഓണർ സാറിന് എന്ത് ചെയ്യാം, പോയിട്ട് ആ റെക്കോർഡിംഗ് കേൾക്കാൻ പറ്റുന്നതാണ്. ഓക്കെ.